VM സാദിഖലിയാണ്. 78ാമത്തെ വർഷമാണ് ഇന്ത്യയിൽ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിന് എൻ്റെ ഹൃദയത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലുള്ള കുറച്ച് ട്രൈബൽസിനെ കാണാൻ പോയിരുന്നു ഞാൻ. ആ സമയത്താണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പല ആളുകളും പട്ടിണിയിലാണ് എന്നുള്ളത്. ഇന്ത്യ 78ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് പോലും മനുഷ്യർ പട്ടിണിയിലാണ് എന്ന് അറിയുന്ന സമയത്ത് ഭയങ്കര വേദന തോന്നി. ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് നിലമ്പൂർ നോർത്ത് ADCF ആയിട്ടുള്ള ദേവിപ്രിയ മാഡായിട്ട് സംസാരിക്കുന്ന സമയത്താണ് അവർക്ക് ഭക്ഷണത്തിൻ്റെ കിറ്റുകൾ കൊടുക്കുക എന്നുള്ള ധാരണയിലെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് ഓഫീസായിട്ടുള്ള എടക്കോട് ഫോറസ്റ്റ് സ്റ്റാഫിൻ്റെ പിന്തുണയോടെ എടക്കോട്, അമരമ്പലം, അനന്തല്ല് തുടങ്ങിയിട്ടുള്ള ആദിവാസി ഊരുകളിൽ നമ്മൾ അവരെ സന്ദർശിക്കുകയാണ് ചെയ്തത്. പല രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുകയാണ്. പലപ്പോഴും അവർക്ക് വഴിയുടെ പ്രശ്നങ്ങളുണ്ട്. 6, 7, 8 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചിട്ട് വേണം ഇവരുടെയൊക്കെ ഊരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. മമ്പാട് MES കോളേജിലെ NSS കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ അനസ്, അമൽ കോളേജിലെ NSS കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ ഫവാസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ കൂടിയിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കിറ്റിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ആ മക്കൾക്കും അവരുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഭക്ഷണ സാധനങ്ങളും ഈ കിറ്റുകളൊക്കെ കൊടുക്കുന്ന സമയത്ത്, ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം വിശപ്പില്ലാത്തൊരു ദിവസമാവുമല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എത്ര ദിവസമായി ഇത്തരം ആളുകളൊക്കെ പട്ടിണി കിടക്കുന്നത്. ഇത്തരം ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ തുടർന്നും സഹായങ്ങൾ ചെയ്യും. മമ്പാട് MES കോളേജിലെ NSS കോർഡിനേറ്ററായിട്ടുള്ള അനസാറും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ മമ്പാട് MES കോളേജിലെ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആയിട്ടുള്ള അജ്മൽ സാറും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫിൻ്റെ നല്ല പിന്തുണ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. ഈ ഒരു ദിവസം മുഴുവനായിട്ടും നിലമ്പൂർ നോർത്ത് ADCF ആയിട്ടുള്ള ദേവിപ്രിയ IFS മാഡം നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും അവരെ കുറിച്ച് അറിയാനും അവരുടെ സംസാരങ്ങൾ കേൾക്കാനൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ഈ കേരളത്തിലെ പട്ടിണിയും രോഗവും ഒക്കെ മാറ്റണം. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നുള്ളത് എനിക്ക് ഭയങ്കര വേദനയുണ്ട്.